ആശ്രമത്തിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ഇവിടുന്ന് ചെറിയൊരു കുന്ന് കയറിയിട്ട് വേണം നമുക്ക് ആശ്രമത്തിലെത്താൻ. കുന്നിൻ്റെ പകുതി കയറുമ്പോഴേക്കും നമുക്കിങ്ങനെ ചെറിയൊരു പോണ്ടൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഗോശാലയുണ്ട്. പക്ഷേ ഇന്ന് അവിടേക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കാണ്. நிறைய കാറും ബസ്സും ഒക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ കയറുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് കാല് കഴുകി വൃത്തിയാവാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിത്യ യാത്രകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് ജില്ലയിലെ പറമ്പിൽ ബസാറിനടുത്ത് ശാന്തിഗിരി ആശ്രമത്തിലാണ്. അങ്ങനെ നമ്മൾ കാലൊക്കെ കഴുകി വൃത്തിയായതിനു ശേഷം ആശ്രമത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി തന്നെയാണ് കേട്ടോ. നല്ല അത്യാവശ്യം കുന്നിന് പുറത്തായതുകൊണ്ട് തന്നെ താഴ്ഭാഗങ്ങൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി തന്നെയാണ്. പിന്നെ നല്ലൊരു പോസിറ്റീവ് വൈബും നല്ല കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. കുടുംബത്തിൻ്റെ മുറ്റത്തായിട്ട് നല്ലൊരു ചെമ്പകമരം ഉണ്ട് കേട്ടോ. നല്ലൊരു മണവും കാണാൻ നല്ല ഭംഗിയും ഒക്കെ ഉണ്ട്. അത് സമയമായപ്പോഴേക്കും ലൈറ്റൊക്കെ ഇട്ടു. അപ്പം ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ വേറൊരു വൈബാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ആശ്രമത്തിന് ചുറ്റും ഒന്ന് പ്രദക്ഷിണം വെച്ചു. 14,000 ചതുരശ്ര അടി വിസ്തൃതിയും 72 അടി ഉയരവുമുള്ള താമരയുടെ ആകൃതിയിലാണ് കേട്ടോ വിശ്വവിജ്ഞാന മന്ദിരം എന്നറിയപ്പെടുന്ന ഈ ഒരു ആശ്രമം ഉണ്ടാക്കിയത്. ആനവക്കുന്നിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ജാതി മതം ഭേദമന്യേ ഇവിടെ ആർക്കും വരാം. രാത്രി 8 മണിക്ക് ഇവിടെ പ്രാർത്ഥനയും മറ്റും ഉണ്ടാകാറുണ്ട് കേട്ടോ. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ ചെറിയ ദൂരം മാത്രമേ ഇങ്ങോട്ടേക്ക് വരാനുള്ളൂ കേട്ടോ. 2 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ആശ്രമത്തിന്റെ താഴേന്ന് ചെറുതായിട്ടൊന്ന് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇവിടെ ശാന്തിഗിരിന്റെ പ്രൊഡക്ട്സും അവൈലബിൾ ആണ്. അവില്, മില്ലറ്റ്, സോപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇന്ന് ഒരുപാട് നന്ദി പറയാണ് ഭഗവാനോടും അതുപോലെ ഈ ഒരു ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തിനോടും ഒക്കെ. കാരണം നമുക്ക് അത്ര പീസ്ഫുള്ളായിട്ട് ഒരു 1-2 മണിക്കൂർ നമുക്ക് ഈവനിങ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അത്ര പീസ്ഫുള്ളായിട്ടാണ് നമുക്ക് ആ ഒരു സമയം ചെലവഴിക്കാൻ പറ്റിയത്.